അങ്ങനെ കുടിരിക്കൽ ഒക്കെ കഴിഞ്ഞാണ് നമ്മൾ തേക്ക് മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട്. അടുത്ത വിളയാട്ടം ഇനി ഇവിടെയാണ് കേട്ടോ. ചെറിയിലിരുത്തിങ്ങാണ്ട് ഈ അമ്മനെ കൊണ്ടുവരേണ്ട മനസ്സിന് ഒരുപാട് സന്തോഷം ഉണ്ടാവും. 4 ചുമരുകൾക്കുള്ളിൽ കഴിയുന്ന ഒരുപാട് ഉമ്മമാരെ കേട്ടോ. അവർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. അപ്പൊ മക്കളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊണ്ടുവരാനൊക്കെ ശ്രമിക്കണം കേട്ടോ. ഓരോരുത്തർക്കൊന്ന് കയറ്റം കയറിയാണ് നടക്കാൻ തന്നെ വെച്ചേട്ടോ. പിന്നെ ഞാനും കുട്ടിമാനത് അവിടെ ഇരിക്കണേ. മൂത്തമ്മയും അമ്മായി ഇവിടെ കണ്ടിട്ട് തന്നെ അല്ല കേട്ടോ. ഓലെ കാണിക്കാനാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഒരു എൻജോയും കൂടി ആയിക്കോട്ടെ. പിന്നെ അത് മാത്രമല്ല ഞമ്മക്ക് സൊറ പറഞ്ഞിരിക്കാൻ പറ്റും. നമ്മളെ അടുക്കളന്റെ ഉള്ളിൽ ഇങ്ങനെ കടന്ന് തിരിയല്ലേ. പ്രത്യേകിച്ച് അമ്മായിയാളും മൂത്തമ്മ കേട്ടോ. പിന്നെ ഇപ്പൊ തൊഴിലുറപ്പുണ്ടായതുകൊണ്ട് കുറച്ചൊക്കെ അവിടെ നുണർന്നിരിക്കും. ഞാൻ ഇവരോട് ഇങ്ങനെ ഡയലോഗ് അടിക്കാൻ ഞങ്ങളോട് ടങ് ട്വിസ്റ്റർ ചോദിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കാറ്റടിച്ചപ്പോ ഇതാക്കണം നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ട് കേട്ടോ. ഗൂഡല്ലൂരിലെ ക്ലൈമറ്റ് ഒക്കെ ഉഷാറാണ് പറഞ്ഞിട്ട് കാര്യമല്ല കേട്ടോ. ഇവരെല്ലാരും കൂടിയും കാണുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് മനസ്സിൽ കിട്ടുക. കാരണം ഞാനൊരു ഒറ്റപ്പെട്ട പോലെയാണല്ലോ ഗൂഡല്ലൂര്. ചെറിയ ചെറിയ സന്തോഷമാണെങ്കിലും നമ്മൾ കണ്ടെത്തേണ്ട സന്തോഷമൊക്കെ നമ്മളെ തേടി ഒരിക്കലും ഇങ്ങോട്ട് വരില്ല. നമ്മളായിട്ട് കണ്ടെത്തുന്നെ വേണം. അതിലേറൊക്കെ രസം അമ്മായിന്റെ മരിയോളാണ് ഈ യെല്ലോ കളർ ചുരിദാർ ഇട്ടത് കേട്ടോ. അപ്പൊ അമ്മായി ചീത്ത അറിയാണ് കേട്ടോ. ഞാൻ ഊരൊക്കെ നാസാക്കുക നോക്കുന്ന ഊരവേദനയാണ് ഈ കാര്യം. അമ്മായി കുടുങ്ങുമല്ലോ പോളൂര് നാസായാലും. ഒരു തേക്ക് മ്യൂസിയത്തിൽ ഒരുപാട് കാണാനുണ്ടാവും കേട്ടോ. ഞങ്ങൾ കാണാനൊന്നും നിന്നിട്ടില്ല. കാരണം നമ്മൾ കുറെ വട്ടം വന്നതാണ്. കുട്ടിമാരോട് ഒടുക്കലും കൊണ്ടുപോകുക വെച്ചാൽ നാട്ടിൽ നിന്ന് ആകെ കൊണ്ടുവരുന്ന സ്ഥലമാണ് കേട്ടോ കൂടെ ഈ തേക്ക് മ്യൂസിയം. എല്ലാ സമയമൊക്കെ ഞങ്ങൾ കുറെ എൻജോയ് ചെയ്ത് നടന്നു. ഒരുപാട് പൈസ ഒക്കെ ഉണ്ടായിട്ട് വണ്ടിയൊക്കെ വിളിച്ച് കുറച്ച് ദൂരത്തേക്കൊക്കെ പോയിട്ട് അടിച്ചു പൊളിച്ചാന്ന് വിചാരിച്ചാൽ അതൊന്നും ചിലപ്പോൾ നടന്നു എന്ന് വരില്ല കേട്ടോ. അപ്പൊ നമ്മൾക്ക് കിട്ടുന്ന ബസ്സിനാണെങ്കിലും വന്ന് അങ്ങനെയൊക്കെ എൻജോയ് ചെയ്യും. പിന്നെ ഇവിടെ പുഷപ്പ് എടുക്കുക തോന്നുന്നുണ്ട്. നാത്തൂന് പിന്നെ തേക്ക് മ്യൂസിയം ഒക്കെ അരിച്ചു പൊറുക്കി ഐസ്ക്രീം ഒന്ന് ഉത്തിർക്കണ തിരക്കിലാണ്. പിന്നെ ഞങ്ങളൊക്കെ ഓരോ തിന്നു അതിന്റെ മേലെ ഓരോ ഗ്ലാസ് ചായയും കുടിച്ചിട്ട് വേറെ ലെവലേനു കേട്ടോ. കാരണം മെഷീൻ ചായക്ക് പ്രത്യേക രസമാണല്ലോ. അങ്ങനെ അതൊക്കെ കുടിച്ചങ്ങാണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോന്നേ. അങ്ങനെ താത്താന്റെ വീടിന്റെ അവിടെ നിന്ന് ഇതാക്കണ ഒരു നാരങ്ങ സോഡൊക്കെ കുടിച്ചങ്ങാണ്ട് ഇരിക്കണ്ട. അപ്പോഴാണ് ഉപ്പാന്റെ വിളി കേട്ടോ. അപ്പൊ ഇപ്പൊ എന്താ വേണ്ടി കഴിക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കോ, പൈസ ഞാൻ അയച്ചു തരാറുണ്ട്. അങ്ങനെ ഇവൻ ഇന്നെ സോപ്പ് ഇടുക കേട്ടോ ബ്രോസ്റ്റ് എന്നാൻ. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത് ബ്രോസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ആ ബ്രോസ്റ്റ് ഒക്കെ കഴിച്ചങ്ങാണ്ട് ഞാൻ വേഗം കുട്ടിമാന്റെ വീട്ടിലേക്ക് പോകാണ്ടിട്ടുണ്ട്. ഇരിക്കുന്ന സമയത്തൊക്കെ ഞാൻ കൂടല്ലൂരിന്ന് ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര കുളിർമയും സന്തോഷമൊക്കെ കഴിക്കാനായിട്ട് അടുത്തൊരു പരിപാടിക്ക് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. ഇവൻ 5 ബ്രോസ്റ്റിന്റെ പീസൊക്കെ തിന്നുകാണ്ട് പാമ്പേരെ മുണങ്ങിയ മാതിരി കിടക്കാനുണ്ട്. അപ്പൊ അത്രയ്ക്കുള്ളൂ. ബായ്. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഹാർട്ടൊന്ന് ചൊമ്പാക്കണേ.